എടീ എത്ര കമന്റാന്നറിയാവുന്ന ആമി എന്തിയെന്ന് ചോദിച്ചു. കാണിച്ചു കൊടു, നീ എന്തോ ചെയ്തോണ്ടിരുന്നയാന്ന്. ആമി ടെസയുടെ പടം വരച്ചു കേട്ടാ. എനിക്ക് ഓ അവരിതാ കളിക്കാനായിട്ട് പോന്ന്. ഇല്ല നോക്കുന്ന പോലും ഇല്ല, എടുത്ത് മാറ്റടി ഇത്. എടി ഇവിടെ പടം കാണിക്കടി, എത്ര ദിവസം കഷ്ടപ്പെട്ടത് തന്നെ വേണം അവളെ കാണിക്കണ്ട, ഞങ്ങളെ കാണിക്ക്. ഇത് കണ്ട അതാണ്ടതാ ടെസയുടെ പടം വരച്ച കണ്ട ആമി ഇതാണ്ടതോ അവിശ്വസനീയ കലാകാരിയായിട്ട് വന്നേക്കുവാണ്. എടി ടെസേ ഡേ എടി നിന്റെ പടം കാണി ഇവിടെ കാണിക്കണ്ട, ഇനി അവളെ കൂട്ട് കൊടുണ്ട, അവക്കൊന്നും കൊടുക്കുകയും വേണ്ട കേട്ടാ. എടി നീ കല്ലുവിന്റെയോ കാത്തുവിന്റെയോ നാളെ വരച്ചോണ്ട് പോവാ കേട്ടോ. ഒന്നുകൂടെ വരാ, ഡ്രോയിങ് ഒക്കെ പഠിക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഹാപ്പിയുടെ ആണെന്നും പറഞ്ഞ് അവളെ കാണിക്കണേ. ഹാപ്പി അത് ടെസയാന്ന് നമുക്ക് മനസ്സിലായി. നിങ്ങൾ 3 പേരേ ഉള്ളോ, ബാക്കി ആരെയും കൂടെ വിളിയടി. ആ നീ കൂടെ കൂട്. അവളടുത്ത് ചാടുപടി. അടുത്തോളം വരുന്നു. കയറ് പിടിപ്പിക്കണ്ട, ഞാൻ തുണി തരാം. കയറ് വലിച്ച് പൊട്ടിച്ച് കളയോള്. ആ കൊണ്ടുപോടി ടൂണ, കമാ. ആ വലി കൊണ്ടുപോ വടി. ഗുഡ് ഗുഡ് ഗുഡ്. ആ പോരട്ടെ. കല്ലു വെള്ളം കോരുന്നുണ്ടോ? അങ്ങോട്ടല്ലടി, ഇങ്ങോട്ട് വരണ്ട. ഇങ്ങോട്ട് വന്നാലേ വെള്ളം കിട്ടത്തു. അടുത്തതായിട്ടുള്ള പ്രോഗ്രാം ഞങ്ങളൊരു പഴം പിച്ചി തിന്നാൻ പോവുക അല്ലേ? ഇവരാരെങ്കിലും തിന്നുവോന്ന് നമുക്ക് അറിഞ്ഞൂടാ, നമുക്ക് പരീക്ഷിച്ചു നോക്കാം. വേണ്ടതാ ഇതിനകത്ത് ഇഷ്ടം പോലെ കമ്പിളി നാരങ്ങ പിടിച്ച് ഇപ്പുണ്ട്. ഇത് പഴുത്തോന്ന് പോലും ഉറപ്പില്ല. ഈ നിൽക്കുന്ന ഒരെണ്ണം പിച്ച് നോക്ക് പോട്ടെ. ആ എടുത്തോ പഴുത്തേന്ന് തോന്നുന്നു. എന്തോ മോളെ കമ്പിളി നാരങ്ങ അത്. വാ വൈകി നമുക്ക് അവിടെ പോയി കട്ടി. ഇയാളുടെ പിച്ചാത്തി എടുത്തോണ്ട് പോവാ. തലയെ കട്ടൊന്നും കെട്ടണ്ട, ഞങ്ങള് പിച്ച് കഴിഞ്ഞപ്പോഴത്തേന് തിന്നാനായിട്ട് ഇറങ്ങിയേക്കുവാ കേട്ടാ. നിങ്ങൾ പോയി പിച്ചാത്തി എടുത്തോണ്ട് പോവാ. സമയം 5 ആയി എന്നിട്ട് പറയുന്നത് ഞാൻ കഴിക്കാൻ വന്നതാണ് കേട്ടോ. ചെറിയ പാടാ വാ മൂത്രകുമാരാ വാ. പക്ഷെ പഴുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ കയ്പും. ഇത് കട്ട് ചെയ്യാൻ അറിയാവോ? ഇത് സാധാ കട്ട് ചെയ്യുന്ന പോലല്ല, വേറൊരു ടെക്നിക്ക് ഉണ്ട് ഇതിന്. അവക്ക് ഭ്രാന്ത് അയാൾ നോക്കണ്ട, വെട്ട്. എല്ലാവർക്കും തരാം ഇച്ചിരി കേട്ടാ. ഈ ഒരു സൈഡ് കട്ട് ചെയ്യണം. അങ്ങനല്ല ഇനി അപ്പുറത്തെ സൈഡ് ഇതേപോലെ കട്ട് ചെയ്യും. ഈ സൈഡ് കട്ട് ചെയ്യണം. ഇനി ഇങ്ങനെ വരയണം. അങ്ങനല്ല അങ്ങനെ വേണ്ടതാ. ഇവക്കൊക്കെ അറിയാം. ഇവളൊക്കെ എത്ര എണ്ണം കട്ട് ചെയ്തിട്ടുള്ളേ കമ്പിളി നാരങ്ങ. എന്തോന്ന് നോനോ മങ്കിന്ന്. മങ്കിയല്ലത്. ഇച്ചിരി അടുപ്പിച്ചടുപ്പിച്ച്. അത് വളച്ചക്ക കട്ട് ചെയ്യുന്നത്. അവളാ പറയുന്ന നോനോ മങ്കിന്ന്. അവള് എന്തെങ്കിലും പറയണേ. അവർക്ക് ഡോഗിയാണ് ഇഷ്ടം, അല്ല മങ്കിയാണ് ഇഷ്ടം. ടെറിമാമനെയാണ് വേസ്റ്റ് ഗ്ലാസ് കേട്ടപ്പോ നടക്കുന്നത്. വേണ്ട ഇങ്ങനെ കീറിയിട്ട് ദാണ്ട് ഇങ്ങനെ ഇളക്കി എടുത്താ മതി. ഇത് കണ്ട ഇതേണ്ട. എടാ പഴുത്താന്ന് തോന്നണേ. ഞാൻ ഇത് ഇന്നലെ കാണാൻ തുടങ്ങിയൊന്നും അല്ല. ഇയാള് കമ്പിളി നാരങ്ങ കാണാൻ തുടങ്ങി ഇവിടെ വന്നതിന് ശേഷം ഇല്ലേ? ഞാൻ ഈ ആദൂന്റെ അത്ര ഉള്ളപ്പോഴേ കമ്പിളി നാരങ്ങ ഉണ്ട് ഇവിടെ. അവള് കമ്പിളി നാരങ്ങയുടെ പുറത്തോട്ടാ ജനിച്ചു വീണത്. ആമ ചേച്ചിക്ക് ഭ്രാന്തെന്ന്. എന്തുവാ പഠിപ്പിച്ചത് കേക്കട്ടെ, ഞങ്ങളൂടെ കേക്കട്ടെ. ഐ ലവ് യു എന്ന് പറയാൻ ആദൂനെ പഠിപ്പിച്ചത് വേസ്റ്റ് ഗ്ലാസ്സുമായിട്ട് ഒരുത്തൻ പുറകെ കിടപ്പുണ്ട് കേട്ടാ. അവള് വിചാരിച്ചേ കൊച്ചിതൊന്നും ആരുടെ പറഞ്ഞു തരത്തില്ലെന്ന് കേട്ടോ. ഞാൻ ഇതുവരെ ആരോടും
അങ്ങനെ പറഞ്ഞിട്ട് പോലും ഇല്ല അറിയാമോ. അതെ എനിക്ക് ഒരു പീസ് വേണം തിന്നെ. കല്ലുവിന്റെ കയ്യിലോട്ട് എടുത്തു കഴിഞ്ഞാൽ കല്ലു ഇപ്പൊ 4 വെട്ട് വെട്ടും. നോക്കട്ടെ എനിക്ക് ഇച്ചിരി മധുരം ഉണ്ടോ നോക്കട്ടെ. മധുരം ഉണ്ടോ? 2 മാസമായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. അതിനൊരു നാരങ്ങ പഴുക്കാൻ ഇപ്പൊ 1 മണി കൊടുക്കും. അടിപൊളി കേട്ടോ, സൂപ്പർ. എടാ ആദിക്കും ആരുവിനൊക്കെ വേണോന്ന് ചോദിക്കും. എടാ രസക്കൊക്കെ ഇച്ചിരി വെച്ച് കൊടുറേ. രസ എടുത്ത് തിന്നുന്നു കേട്ടാ. എങ്ങനെ ഉണ്ട് ഈ ചവച്ചിട്ട് പുളി. എടാ കാത്തുവനൊന്നും കൊടുത്തില്ല. അത് ഹാപ്പിക്ക് കൊടു. ഹാപ്പി എടുത്തോടി അഞ്ഞുവാ. ഹാപ്പി കമ്പിയ എന്നാ ടെറിയുന്ന ടെറിഞ്ഞ. ഞാനും ഒരു പട്ടിക്കുഞ്ഞായി ഇവിടെ നിൽക്കും. എനിക്കൂടെ മങ്കിയല്ലടി അത്. ഇവനെയൊക്കെ ഈ വീഡിയോയിൽ കണ്ടിട്ട് മാസങ്ങളായെന്ന് തോന്നുന്നു. കമ്പിളി നാരങ്ങയുടെ മണം അടിച്ചപ്പോ മാത്രം വന്ന്. കാത്തൂന് കൊടുത്തില്ല. കാത്തൂന് കൊടുക്കട്ടെ. നാടാ കാത്തു പുളിയൊക്കെ തിന്നുന്നു. കല്ലൂന് കിട്ടിയോ? കല്ലൂന് കിട്ടിയോടി? ട്യൂണയ്ക്ക് കിട്ടിയോ? നമ്മള് അല്ലടി ഞാൻ എന്റെ ചേച്ചിയാടി. ചേച്ചിയായ രസ സാധാരണ ഇതൊന്നും തിന്നുന്നില്ലല്ലോ. എന്താ പറ്റിയടി? അയ്യോ നിന്ന് കൊതി വിടുന്നവള്. നട്ടസിക്ക് ഞാൻ കഴിക്കുന്നത് തന്നെ വേണമെങ്കിൽ ഞാൻ തരാം. കല്ലൂന് കിട്ടിയോ? ഇതിന്റെ മേലോട്ടൊക്കെ നോക്കുവോ? എന്റെ ഡ്രസ് നോക്ക്. കുരു അങ്ങാണ്ടെടുത്ത് വിഴുങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ. ഹാപ്പി പുറകെ വന്നിരിക്കുന്നത്. അവക്കൊന്നും കിട്ടിയില്ല. ഇങ്ങോട്ട് നോ മങ്കി അല്ലടി ഡോഗി. ഡോഗി ഇത് കൊരങ്ങനല്ല പട്ടിയാണ്. എടീ നിന്നെ ആടി കാത്ത വിളിക്കുന്നത് മങ്കി മങ്കിന്ന്. അതൊക്കെ പിന്നെ രണ്ടാമത്തെ കാര്യം. ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. വലിയ കാരണത്തെ ഒരുപാട് കൊടുക്കണ്ട കേട്ടാ. ഇച്ചിരി ടച്ചിങ്സ് പോലെ കൊടുത്താ മതി. ഇതൊന്നും കൊടുത്തിട്ടില്ലാത്ത സാധനമാണ്. ഇവിടെ വന്ന് വാങ്ങിച്ചു കൊടുത്ത് വന്ന് വാങ്ങിച്ചു കൊടുത്ത് ഇപ്പൊ എന്താ വീണ്ടും. അതാ അവന് 4 കോർണറിൽ നിന്നും കളക്ട് ചെയ്യും. അവനറിയാം ഓരോ മൂലക്കാ അത് കിട്ടുന്നതെന്ന്. എന്നാലും എടുത്തു തന്നോ ടെറി എടുത്തോ. കണ്ടോ അവൻ പറഞ്ഞാലേ എടുക്കത്തുള്ളൂ. പക്ഷെ ടെറി പാവുക. കല്ല് തോനെ കഴിക്കുന്നു കൊടുക്കണോ? കല്ലു എത്ര എണ്ണം തന്ന്? ഏതാണ്ട് 1 എണ്ണം ഫുള്ള് കഴിച്ചു. എന്റെ കൈ ഞാൻ എല്ലാവർക്കും പിച്ചി കൊടുക്കുക. അതുകൊണ്ടാണ് ഞാൻ കൈ നിങ്ങൾക്ക് വായിൽ തരാത്തത്. അങ്ങനെയാ പല്ലെല്ലാം ഒട്ടിപ്പാ പോയോ നോക്കണം. പല്ലെല്ലാം ഒട്ടിപ്പാതോ? അയ്യോ എന്റെ മുടിയെല്ലാം വായിപ്പോന്ന്. എല്ലാ റൂട്ട് കനാല്. അയ്യോടിയേതാ ഒരു കുഞ്ഞിനൊരു പൊടിയും കൂടെ. ഇതാ ഈ കുഞ്ഞിനൊരു പൊടിയും കൂടെ. എന്തൊരു സൗന്ദര്യം കാണാം. എന്തൊരു ഐശ്വര്യം. മുഖത്തോട്ടൊന്ന് നോക്കെ. എന്തൊരു തേജസ്. എന്റെ കൈ തന്നാ ഞാൻ കൊടുത്തോളാം. ഒരുപാടായി കേട്ടോ കാത്തൂന്. ഒരുപാടായേ. കാത്തൂന് ഇനി കൊടുക്കത്തില്ല. അല്ല ഡോഗി രസയ്ക്ക് മതിയല്ല. ട്യൂണയ്ക്ക് കൊടുത്തില്ലയോ? ട്യൂണ എന്താ പണങ്ങിപ്പോയത്? ട്യൂണ അഞ്ഞു മടി കയറി തന്നോ. ട്യൂണ എല്ലാരും കൂടെ രസയൊക്കെ കൂടെ ഓട്ടിച്ച് നേരത്തെ. അതാ ട്യൂണയ്ക്ക് മണിയും കൂടെ വേണം. ഞാൻ ഇത് ട്യൂണയ്ക്ക്. ട്യൂണ ഈ സാധനം ഒന്നും എടുത്ത് പിന്നില്ല. എടാ നീ എന്താടാ ഇപ്പം വീഡിയോയിലൊന്നും വരാത്ത? നീ എന്ത് ചെയ്യുന്നതാ എല്ലാരും ചോദിക്കും. മറുപടി പറ. നീ തന്നെ പറ. ഇവന് ഈ കുട്ടി എപ്പോഴും ഉറക്കത്തിലാണ് കേട്ടോ. വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉറങ്ങും. അതുകൊണ്ടതാ ഇവരും നിന്നെ കണ്ടിട്ട് ഒത്തിരി നാളായെന്ന് തോന്നുന്നു. ഇത് കപ്പിൾ ഡാൻസ് ആണോ? തൊലി എടുക്കരുത്. തൊലി മാറ്റി. എടുത്തോണ്ട് പോയി. തൊലിയൊന്നും എടുക്കരുത് കേട്ടാ. തീർന്ന്. അവിടെ ആ മരത്തിൽ നിപ്പുണ്ട് ഇഷ്ടം പോലെ. നിനക്കൊന്നും വയറിന് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഞാൻ എല്ലാവർക്കും തരാം. എടീ ഈ തൊലിയെല്ലാം പറക്കി മാറ്റടി മോളെ. നീ തിന്ന്. നീ കഴിച്ചിട്ട് മതി. അത് വരെ ഇവര് തൊലി എടുക്കാതെ നോക്കിയോണം. എല്ലാവർക്കും ആവശ്യത്തിന് കിട്ടിയല്ലോ. അതാ വലിയ ഒരെണ്ണമായിരുന്നു. ഇത് ടെസ്റ്റ് ക്ലാസ്സാ. ഇത് നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ തരാം. ഈ നാരങ്ങ
ഈടെ ടൈപ്പിൽ പെട്ടെന്ന് ഇവർക്ക് അങ്ങനെ ഓവറായിട്ട് കൊടുക്കരുതെന്നാ പറയുന്നത്. അതുകൊണ്ടിട്ട് നമ്മൾ ഓവറായിട്ട് കൊടുക്കാതെ സാമ്പിള് മാത്രം കൊടുത്തത് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ചിലപ്പം അല്ല വലിയ പ്രശ്നങ്ങളല്ലെന്നുണ്ടെങ്കിലും ഡൈജഷന് പ്രശ്നമൊക്കെ ഉണ്ടാവും കേട്ടോ. അയ്യോടിയെ ടെസയ്ക്ക് എന്താടി ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം ഇത്? നീ കഴിക്കുന്നുണ്ടാന്ന് ഒരു ഉമ്മണിയും കൂടെ കൊടുക്കുന്നത് ടെസയ്ക്ക് മാത്രം. ടെസ സാധാരണ ഇതേപോലുള്ള മാങ്ങ പോലും എടുക്കുന്നതല്ല. ആദ്യമായിട്ട് എങ്ങനെ ഒരു സാധനം. ഈ കാത്തു നോക്കി നിൽക്കുന്നതാണ്. കാത്തുവിന് നല്ല സുന്ദരിയായി ഇപ്പൊ ഇല്ലയോടി? ഇല്ലയോടി? മൊത്തത്തിലൊരു തിളക്കവും ആ മുഖത്തെ ആ തേജസ് ഒക്കെ കണ്ടോ? ഇങ്ങോട്ട് നോക്കിയ മോളെ, ആ മുഖത്തെ തേജസ് ഒക്കെ കണ്ടില്ലേ? കയ്യിലിരിപ്പ് മൊത്തം കുരുത്തക്കേടാന്നേ ഉള്ളു. നിനക്ക് വയറിന് പ്രശ്നമായിരിക്കും. കാരണം എന്താണെന്നറിയാവോ? ട്യൂണ നിന്നെ നോക്കുന്നു, കാത്തു നിന്നെ നോക്കുന്നു, ചെറിമാമൻ നോക്കുന്നു, കല്ലു നോക്കുന്നു, ഹാപ്പി നോക്കുന്നു. ഇവരുടെ എല്ലാവരുടെയും കൂടെ കൊതി നിനക്ക് കിട്ടിയിട്ടുണ്ട്. ടെറിമാമന്റെ പരിപാടി എന്താണെന്നറിയാവോ? ടെറിമാമൻ ഈ 4 കോർണർ ആദ്യം മാധു ഈ സൈഡിൽ കൊടുത്ത് ടെറിമാമന്. അന്നേരം ടെറിമാമൻ താണ്ടി ഇവിടെ കയറിയും തിന്ന്. എന്നിട്ട് പതുക്കെ നൈസിൽ വന്ന് ഇപ്പുറത്ത് വന്ന് നിൽക്കും. ഇവിടെ ഹാപ്പി തിന്നല്ലായിരുന്നോ? അപ്പൊ ഹാപ്പിക്ക് വെച്ചത് തിന്നും. അത് കഴിഞ്ഞിട്ട് നൈസിൽ എന്തോ ചെയ്യും? കറങ്ങി ഇതിലേ പോയി അപ്പുറത്ത് പോയി അവിടെ പോയി വീണ്ടും വാങ്ങിക്കും. ഒരുവല്ല ഞാൻ എടുത്ത് കളയാൻ പോവുക. നീയൊക്കെ കൊടുത്തിട്ട് പോവും. പിന്നെ ഇവക്കൊക്കെ വയറിന് വല്ല പ്രശ്നം വന്നാലേ അവസാനം ആരാ പാവം പിടിച്ച ഞാൻ എടുത്തോണ്ട് പോന്നെ. അതല്ല അല്ലാണ്ട് ഈ കുരു വയറ്റിന് പ്രശ്നം വന്നാൽ ഞാൻ തന്നെ പൊക്കി എടുത്തോണ്ട് പോണം. പിന്നെ ഞാൻ പിന്നെ വരാറില്ലേ? നീ വരാറുണ്ട്, നീ മാത്രം കൂടെ കുരു നിന്ന് എടീ ദ്രോഹി. നമുക്കിന്ന് രാത്രി കാത്തുനെ പൊക്കാം. എന്റെ വയറ്റിൽ കിടന്നത് കിളിച്ചുണ്ടല്ലോ, ഇത് മരമായിട്ട് നീ വരും കേട്ടോ. അടിയിൽ കൂടെ വേറിറങ്ങും. പണ്ട് ആമിക്ക് ഇങ്ങനെ പറയുന്ന പേടിയായിരുന്നു ഇല്ലോടി? ഓറഞ്ചിന്റെ കുരു വിഴുങ്ങി പോയെന്നും പറഞ്ഞ് എന്തൊരു ബഹളമായിരുന്നു കുഞ്ഞിലെ.